ഹലോ ഗൈസ്, എല്ലാ കുട്ടികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി നമ്മൾ വീടെത്തിൻ്റെ കേട്ടോ. നമ്മൾ ഓക്കെ പൊയ്ക്കോന്ന് പറഞ്ഞപ്പോൾ തന്നെ അതേ ദിവസം തന്നെ നമ്മൾ വണ്ടി കയറിയിട്ടോ. പിറ്റേ ദിവസം എന്താ ഒരു കുളിയൊക്കെ പാസ്സാക്കി. ഇന്ന് ഈ കിടക്കുന്ന ആളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ കിച്ചണിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ആൾ 30ലേക്ക് കിടക്കുന്ന ആൾക്ക് ഒരു ഓർമ്മയില്ല, നല്ല ഉറക്കമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തിയില്ല കേട്ടോ, കാരണം ഞാനൊരു കുഞ്ഞു പാർട്ടിയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. പെട്ടെന്നായിരുന്നു കേട്ടോ, ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ പൊയ്ക്കോന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരെ നാട്ടിലേക്ക് വിളിച്ചിട്ട് കിച്ചണിൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയും ചെന്നൈയിലിരിക്കുമ്പോൾ തന്നെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് ഞാൻ അറിയിച്ചു കേട്ടോ. അപ്പോൾ അവരൊക്കെ നെത്തും ചെറിയൊരു കേക്ക് കട്ടിങ് ഒരു പാർട്ടിയൊക്കെ ആയിരുന്നേ. പിന്നെ ഇതാ ഞാൻ പുറത്ത് വരുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് അമ്മമ്മയും അച്ഛനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അമ്മമ്മ പണ്ടേ തൊട്ട് ഇതുപോലെ ആൾ കുനിഞ്ഞ്, അതായത് ഇടുപ്പ് പോയതാണ്, കുനിഞ്ഞിട്ടാണ് നടക്കുക. പാവം വിളിച്ച് ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാനവർ കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും ഇപ്പം തന്നെ ബർത്ത്ഡേ ഒന്നും അറിയിക്കരുത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഈ പ്ലാനൊന്നും. പിന്നീട് എല്ലാവരും എത്തിയ ശേഷം നമുക്ക് പറയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുക കേട്ടോ. പിന്നെ ഇതാ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് റിലേറ്റീവ്സ്, ഒരു 10-30 പേരുടെ ഒരു ഫംഗ്ഷനായിരുന്നേ. ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഫുഡ് അടിയും അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് വന്നു. പിന്നെ ശരിക്കും കിച്ചോണിൻ്റെ പിറന്നാൾ ആഘോഷിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴേക്കാണ് കേട്ടോ എനിക്ക് പനിയൊക്കെ വന്ന് ഞാൻ അഡ്മിറ്റ് ആയത്. പിന്നെ അതങ്ങനെ മാറി. പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അന്നേക്ക് എത്തിപ്പോയി. പിന്നെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിച്ച ദിവസം പരിപാടിയൊക്കെ സെറ്റാക്കിയ ദിവസം അല്ല കേട്ടോ കിച്ചോണിൻ്റെ ബർത്ത്ഡേ. അത് കഴിഞ്ഞ് പിറ്റേന്നാണ്. പക്ഷേ ആൾ ഈ ദിവസം പരിപാടിയൊക്കെ ആഘോഷിക്കുന്ന ദിവസം ആൾ പോവുകയാണെങ്കിൽ വൈകുന്നേരം. അത് കാരണം നമ്മൾ പിറ്റേന്ന് ആഘോഷിക്കാൻ പറ്റില്ല. അത് കാരണം നമ്മൾ തലേന്ന് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ആക്കി മാറ്റിയേ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ എത്തി. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബലൂണ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ സെറ്റാക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും സെറ്റാക്കുകയാണേ. പിന്നെ നമ്മൾ ഈ ഡൈനിങ് ഏരിയയിലാണ് കേട്ടോ. അപ്പോഴേക്കും ആൾ അറിഞ്ഞു, ഇത്രയും പേരുടെ സൗണ്ട് കേട്ടിട്ട് ആൾ അറിഞ്ഞു, ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കേട്ടോ. പിന്നെ എല്ലാവരെയും കണ്ടപ്പോൾ ആകെ ഒരു ഷോക്കായിൻ്റെ ആൾക്ക്. പക്ഷെ അത് പുറത്തറിയിക്കുന്നില്ല. പിന്നെ ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റൊന്നുമല്ല കേട്ടോ, ഒരു ഡ്രസ്സ് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കാരണം ഞങ്ങൾ രണ്ടുപേരും അവിടെ ആയിരുന്നല്ലോ. പിന്നെ ഞാൻ ഫോണിൽ കൂടെയൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തൊക്കെ റെഡിയാക്കിയത്. പിന്നെ ഡ്രസ്സ് കിച്ചണിൻ്റെ കൊടുത്തു. കൊടുക്കാൻ ചേച്ചി ബർത്ത്ഡേക്ക് ക്ഷണിച്ചതിൽ 2 പേര് ഒഴികെ ബാക്കി എല്ലാവരും എന്താ ലാസ്റ്റ് ഒരു കുട്ടിച്ചക്കനും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ വരാൻ തുടങ്ങി. ഞാനൊരു കേക്ക് കിച്ചണിന് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അനു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ കിച്ചണിൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പണ്ട് വണ്ടിയിൽ എന്തോ വെക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു ലൈറ്റൊക്കെ ഇപ്പോൾ അവിടെ കിട്ടിയത് കാരണം ഞങ്ങൾ ഉദ്ദേശിച്ചതിനൊക്കെ കൂടുതലായിട്ട് നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടോ. ഫുഡ് കാര്യങ്ങളെത്തി ഓരോന്നായിട്ട് നമുക്ക് കിച്ചണിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മലബാർ ദം ബിരിയാണിയും ചിക്കനും അതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കിച്ചോൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഞാൻ അവർക്കൊരു മോഡൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്കിതുപോലെ ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനേക്കാൾ അപ്പുറത്ത് കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതൊക്കെ അച്ഛൻ കണ്ടുപിടിച്ച് തന്നത് കാരണം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറത്ത് നല്ല രീതിയിൽ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡൈനിങ് ഏരിയയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഫ്രണ്ട്സും പിള്ളേരൊക്കെ എത്തിയപ്പോൾ എല്ലാവരും കൂടെ അവിടെ ഒരുക്കുന്ന തിരക്കാണല്ലോ. അതിനിടയിൽ ഇവർക്കൊന്നും അവിടെ ഒരു റോളില്ലല്ലോ. അപ്പോൾ എല്ലാവരും പോസ്റ്റായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അമ്മമ്മമാരൊക്കെ. പിന്നെ ഇതാ പുറത്ത് വന്ന് നിൽക്കുമ്പോൾ ഇവിടെ കാര്യമായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ ഷിജുവേട്ടൻ എത്തിയിട്ടുണ്ട്. എന്റെ കേക്ക് എവിടെ ലാസ്റ്റ് പേപ്പർ ഓട്ടിക്കണം പറയില്ലേ മിന്നൊരു കേക്കില്ലേ ഷിജു അതാ പോണോ പ്രശാന്ത് എവിടെ എന്റെ മീശ നോക്കട്ടെ എന്റെ മീശ എന്റെ മീശ ഞാൻ വെച്ച മീശ 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 ഗൈസ് ഗൈസ് ഇതാണ് ഗൈസ് എന്റെ കേക്ക് എന്താണ് ഉച്ചയ്ക്ക് ഒരു 10-12 ആകുമ്പോൾ നമ്മൾ കേക്ക് കട്ടിങ് തുടങ്ങി. എല്ലാ ഏകദേശം ഒരുക്കങ്ങളും കഴിഞ്ഞപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകട്ടെ. അത് കിച്ചൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന കേക്കായിരുന്നു. പിന്നെ ഇത് തുറക്കാതെ വെച്ചിരിക്കുന്നത് ഞാൻ കിച്ചൻ്റെ സ്പെഷ്യലായി ഓർഡർ ചെയ്തൊരു കേക്കാണ്. അത് ഇതാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ കേടി കിച്ചോട്ടാനെ കേടി എന്നാണ് എപ്പോഴും വിളിക്കാറുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ തുടങ്ങിയപ്പോഴാണ് കിച്ചോട്ട എന്നൊക്കെ ആക്കി മാറ്റിയത്. എൻ്റെ കേടി തന്നെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും കേടി എന്ന് തന്നെ വിളിക്കാറ്. പിന്നെ ഇതാ അനുക്കുട്ടി ഓർഡർ ചെയ്ത അപ്പുറത്തൊരു കേക്ക് ഉണ്ട്. 3 കേക്ക് വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. കേക്ക് കട്ടിങ് ഒക്കെ കഴിയുമ്പോഴേക്കും ഞാനും കേടിയും സ്പ്രേ കൊണ്ട് കുളിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. ഞാൻ എല്ലായിടത്തും ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആരും ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യല്ലേ, പുറത്ത് പോയി ചെയ്യാന്നൊക്കെ. പക്ഷേ എവിടെ കേൾക്കാൻ സ്പ്രേ കൊണ്ട് കുളിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇതാക്കിച്ചോണ്ട് ഓരോരുത്തരായിട്ട് അമ്മയും അച്ഛനും എല്ലാവരും കൂടെ കേക്കൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് പിള്ളേർ കൊടുക്കാന്നൊക്കെ പറഞ്ഞ അവിടെ ഒരു ബഹളമൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് തന്നെ അപ്പം തന്നെ അത് പൊട്ടിക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ പൊട്ടിച്ചപ്പോൾ അതിനകത്തൊരു ഷർട്ടായിരുന്നു, കളർ ഷർട്ടായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വക കിച്ചണിന് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതപ്പോൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ പൊട്ടിച്ചപ്പോൾ അതിൽ ഡ്രസ്സായിരുന്നു, ഒരു ഷർട്ടും പാൻറ്റും ആയിരുന്നു കേട്ടോ. പിന്നെ അമ്മ കേക്ക് കൊടുത്തു, അച്ഛന് കേക്ക് കൊടുത്തു. അങ്ങനെ ഇതുവരെ ഇങ്ങനെയൊന്നും ഞങ്ങൾ കിച്ചോണിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഇങ്ങനെ ആഘോഷിച്ചിട്ടേ ഇല്ലേ. കാരണം കൊടുക്കുന്ന എന്ത് ആള്
അച്ഛനും അമ്മയും നമ്മളെല്ലാവരും കേക്കൊക്കെ കൊടുത്തതിന് ശേഷം ലാസ്റ്റ് കിച്ചണിൻ്റെ ഗ്യാങ് വന്നു കേട്ടോ. ഇതൊന്നുമല്ല, ഇനി ഒരുപാട് പേരുണ്ട്. പക്ഷേ ആ ചുരുങ്ങിയ സമയത്തിൽ എനിക്ക് വിളിക്കാൻ പറ്റിയ ഞാൻ കുറച്ച് അടുപ്പുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കേട്ടോ ഞാൻ വേഗം വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ ഒരാൾ കിച്ചണിന് ഓല കൊണ്ട് എന്തോ ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ 2 പേരുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വൈഫും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണേ. അതിൽ ഒരു കുഞ്ഞുമണി ഉണ്ടല്ലോ, നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവന് നല്ല ഉറക്കത്തിലാണ് ആൾ. കിച്ചണിനടുത്ത് അവന് നല്ല ഇക്കിളിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെറുതായിട്ടൊന്ന് ഉണർത്തി വിട്ടു കേട്ടോ. പിന്നെ വേഗം തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഫാമിലിയിലെ എല്ലാവരും ഗ്യാങ്ങായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടെ എടുത്തിട്ട് ഈ പരിപാടി കേക്ക് കട്ടിങ് ഫോട്ടോ എടുക്കലെല്ലാം അവസാനിപ്പിച്ച് നമുക്കിനി ഫുഡിന് സെഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അടുക്കള ഒരുവിധം തിരക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ അമ്മമ്മമാരെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത്. എൻ്റെ അമ്മമ്മ, അച്ഛമ്മ, കിച്ചോൻ്റെ അമ്മമ്മ, എൻ്റെ അച്ഛനമ്മ, കിച്ചോൻ്റെ അച്ഛൻ മാത്രം ഈ ഫോട്ടോയിൽ മിസ്സിങ് കേട്ടോ. ആൾ പുറത്തെവിടെ നടക്കുന്നുണ്ട്. വിളിച്ചൊക്കെ അത് കാണാത്ത കാരണം ഞങ്ങളൊരു അച്ഛനെ വിട്ടിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കേട്ടോ. പിന്നെ ഫുഡിൻ്റെ സെഷനിലേക്ക് കടന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നേ. അടപ്രഥമൻ പായസവും നല്ല മലബാർ ബിരിയാണി ആയിരുന്നു കേട്ടോ. ദം ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഫുഡ്. പിന്നെ അമ്മമ്മമാർക്കൊക്കെ നമ്മൾ ടേബിളിൽ കൊടുത്തിട്ട് നമ്മൾ ഈ ഫുഡെല്ലാം കൊണ്ട് പുറത്ത് വെച്ച് പുറത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ ഇങ്ങനെ ഇവർക്കും സെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി നമ്മളെല്ലാവരും പിള്ളേർ സെറ്റ് എല്ലാവരും പുറത്തിരുന്ന് കഴിക്കാത്തതുകൊണ്ട് ഫുഡെല്ലാം പുറത്ത് കൊണ്ട് വെച്ച് ഫുഡെല്ലാം സിറ്റ് ഔട്ടിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ വേണ്ടതെല്ലാം അപ്പം എല്ലാവർക്കും വിളമ്പി കൊടുത്തു കേട്ടോ. കഴിച്ചു. അങ്ങനെ വയറും മനസ്സും ഒരുപോലെ നിറയാന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനന്ന് അനുഭവിച്ചൊരു ദിവസമായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്ത് നല്ല രീതിയിൽ കിച്ചൻ്റെ ബർത്ത്ഡേ എല്ലാവരും കൂടെ ആഘോഷിക്കാൻ പറ്റി. പിന്നെ എപ്പോഴും ഇതുവരെയുള്ള ബർത്ത്ഡേക്ക് നാട്ടിൽ ഉണ്ടാകാറില്ല എന്നല്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട്സ് വന്ന് ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യും. അതുപോലെ അബുദാബിയിലുള്ളപ്പോൾ ഫ്രണ്ട്സ് വന്ന് ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്നല്ലാതെ ഇതുപോലെ ഇത്രയും പേരെ വിളിച്ചിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ കിച്ചൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4 വർഷമായിട്ട് അതിലും ആഘോഷിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല. നല്ല സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ വന്നവരെല്ലാവരും തിരിച്ചു പോയി. ബാക്കിൽ തന്നെ കിച്ചോട്ടനും പോവുകയാണേ ഇറങ്ങിയിട്ട ആൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾ പോയി തിരിച്ച് വരുന്നത് കാരണം ഞാനും ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്നത് കാരണം പിന്നെ അടുത്ത മാസം ആൾ തിരിച്ച് വരുന്നത് കാരണവും എനിക്ക് ഫീലില്ല എന്നല്ല ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനോട് അഡ്ജസ്റ്റായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആദ്യമായിട്ട് കാണുന്നവരോടാട്ടോ പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.